ഹായ് കാൺവിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു റൊട്ടി ഉണ്ടാക്കുന്നത് കാണിക്കാം. കഴിഞ്ഞ വ്ളോഗിൽ ഞാനൊരു ഹൈദരാബാദ് ചിക്കൻ കറി ഉണ്ടാക്കിയില്ലേ, നല്ലൊരു കറിയല്ലേ അത്. അതിലേക്കൊക്കെ തിന്നാൻ പറ്റിയൊരു നല്ലൊരു റൊട്ടിയാണിത്. 1 ടീസ്പൂണ് ഈസ്റ്റ്, 1 ടീസ്പൂണ് പഞ്ചസാര, 1 ടീസ്പൂണ് പാൽപ്പൊടി, അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്ത് ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ബട്ടറും 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ ഇട്ട് കൊടുക്കുക. ഇനി അതെല്ലാം കൂടി നല്ലൊന്ന് കുഴച്ചെടുക്കുക. ആദ്യം ഇതുപോലെ ബട്ടർ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് തടവിക്കാണ്ട് മൂടി വെക്കുക. 1 മണിക്കൂറോ അതിൽ കൂടുതലോ ആയി റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പൊന്താൻ വേണ്ടിയിട്ടാണ്. ഈസ്റ്റ് ചേർത്തിയല്ല, അപ്പോൾ അത് പൊന്തി വരണ്ടേ. ഇത് ഞാൻ ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാൻ ഈവനിങ്ങിൽ കുഴച്ച് വെച്ച് ഇനി അത് ഡിന്നറിന് ആയപ്പോഴത്തേന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി അത് മുറിച്ച് ഉരുളകളാക്കി വെക്കുന്നുണ്ട്. ഇനി അത് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോ വരകൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ സ്ക്വയർ രൂപത്തിലാക്കിയിട്ടൊക്കെ ഇങ്ങനെ വര ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ മേലെ ഒരു മുട്ട പതിപ്പിച്ചിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ് കേട്ടോ ഇതിൽ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എന്നിട്ടത് കുറച്ച് ഓയിലോ ബട്ടറോ ഒഴിച്ചിട്ട് അതിലൊന്ന് ഇതുപോലെ 2 സൈഡും ഒന്ന് അമർത്തി കൊടുത്ത് വേവിച്ചെടുക്കുക. ഇതിൽ പാൽപ്പൊടിക്ക് പകരം പാല് ചേർത്താൽ മതി. പിന്നെ അതുപോലെ ഈസ്റ്റ് ചേർക്കുമ്പോൾ നമ്മൾ ടൈമിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈസ്റ്റ് കൂടുതൽ ചേർത്തെടുക്കുക. അല്ല വേഗം ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ ഈസ്റ്റ് ചേർത്താൽ മതി. നമ്മൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഈസ്റ്റ് ചേർക്കേണ്ടത്. ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇത് വിരുന്നുകാർ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല റൊട്ടിയാണ് കേട്ടോ. ഇത് ഞാൻ ഹൈദരാബാദ് ചിക്കൻ കറീൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഉച്ചയ്ക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയ വീഡിയോ കണ്ടില്ല. എൻ്റെ അന്നത്തെ ദിവസം ഡിന്നറിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ.